രോഹിത് വെമുലയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം, എൻ്റെ ജനനം തന്നെ ഒരു അപകടമായിരുന്നു എന്ന് തുടങ്ങുന്നതാണ്. വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരു മനുഷ്യൻ, പക്ഷേ കടുത്ത ജാതി ഉച്ചനീചത്വങ്ങൾക്ക് വിധേയനായി ഒരു ജീവൻ തന്നെ ഒടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ നമുക്ക് പറയാനുണ്ട്. ഇന്നിപ്പോൾ അംബേദ്കറുടെ ജയന്തിയെക്കുറിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ഇതൊരിടത്ത് ആവർത്തിക്കരുത്. ഇനി അഞ്ചരക്കണ്ടി കോളേജിൽ അങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവില്ലേ എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിലെ ഒരു കലാലയത്തിലും ഗവേഷണ വിദ്യാർത്ഥികൾ അടക്കം ഒരാളും ജാതീയമായോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം നേരിടരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിനൊരു നിയമനിർമ്മാണം, രോഹിത് വെമുലയുടെ പേരിലുള്ള നിയമനിർമ്മാണം കേരളം പോലൊരു സംസ്ഥാനവും ആലോചിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നുണ്ടോ? സംശയമില്ല. അവിടെയാണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ ഒരു രീതി തന്നെയാണ് ഈ കാസ്റ്റ് ഡിനയലിസം. അതായത് പലപ്പോഴും ചരിത്രപരമായി അവഗണനയും പിന്നോക്കാവസ്ഥയും നേരിട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടും അവരുടെ ലിവ്ഡ് എക്സ്പീരിയൻസും മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു മനോഭാവം പലപ്പോഴും നമുക്കുണ്ടാകാറില്ല. നമുക്കിപ്പോഴും നമ്മുടെ പൊതു ചരിത്ര പുസ്തകങ്ങളിലോ മഹാന്മാരായ ചരിത്രകാരന്മാർ എഴുതുന്നതിലോ ഗാന്ധിജിയുടെയോ അംബേദ്കറുടെയോ പൂന പാക്റ്റും സമവായവും കമ്മ്യൂണൽ അവാർഡും അത് ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അംബേദ്കർ വിട്ടുകൊടുത്തതാണെന്നുള്ള നെറേറ്റീവുകളും ഈ സത്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും പഠിക്കാറില്ല. ഇന്ത്യ ഡീപ്ലി കാസ്റ്റ് റിഡൻ ആയ ഒരു സൊസൈറ്റി. ആ കാസ്റ്റീസ്റ്റിൽ നിന്ന് നമ്മളെ ഉയർത്തി ഒരു ഇക്വാളിറ്റിയുടെ പ്രതലത്തിലേക്കും ഐക്യത്തിന്റെ പ്രതലത്തിലേക്കും കൊണ്ടുവരണം. അത് കൊണ്ടുവരുമ്പോൾ തന്നെ ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന മെഷേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാവണം. അവിടെയാണ് നമ്മൾ ഈ റിസർവേഷൻ പോലുള്ള സംവിധാനങ്ങളുടെ നന്മ ചൂണ്ടിക്കാട്ടുന്നതും. മുന്നോക്ക സമുദായങ്ങളിലെ വിദ്യാർത്ഥികളിലെ പാവപ്പെട്ടവർക്കും അത് വേണം. ഇങ്ങനൊരു ബാലൻസിലല്ലേ ഇത് മുമ്പോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇന്ത്യയിലെ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ അത് പലപ്പോഴും മുഖ്യധാരാ പാർട്ടികൾക്കടക്കം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും BJPക്കും അടക്കം ആ കാസ്റ്റ് എന്ന റിയാലിറ്റിയെ പലപ്പോഴും ഉൾക്കൊള്ളുന്നതിന് പല വിധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഗാന്ധിജിയൊക്കെ രാമരാജ്യം പറയുന്നതിന് മുമ്പേ മഹാത്മാ ഫൂലെ ബലിരാജ്യം പറയുന്നുണ്ട്. ആ ബലി എന്ന് പറയുന്നത് നമ്മുടെ മഹാബലിയെ കുറിച്ചാണ് പറയുന്നത്. ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ രീതിയിൽ ഒരു സമവായത്തിന്റെ ഇന്ത്യൻ സാമൂഹിക പരിസരം ഉണ്ടാക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതു ധിഷണാശാലികൾക്കും ഒക്കെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ രീതിയിൽ രോഹിത് വെമുല ആക്ട് ആകാം. ഇന്നും കാസ്റ്റ് ഡിനയലിസം വിശേഷമായി ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഉണ്ട്. ഇന്ന് ജാതി ഇല്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ജാതിയുടെ ഇല്ലിഫെക്ട്സ് പൂർണ്ണമായി മാറി എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ല. പല അൺകോൺഷ്യസ് തലങ്ങളിലും പവർ ലിവേഴ്സിലും അധികാര കേന്ദ്രങ്ങളിലും ഡീപ് സ്റ്റേറ്റ് മെക്കാനിസത്തിലും ഒക്കെ പിന്നോക്ക വിഭാഗങ്ങൾ തള്ളപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിനു വേണ്ടി പോസിറ്റീവായ ഒരു നീക്കം മുമ്പോട്ട് പോകാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ RJ മാഷിക്കും ഒക്കെ ശക്തിയുക്തം മുമ്പോട്ട് വന്ന് പറയുന്ന നമ്മുടെ ഓരോ തലമുറകൾക്കും അഭിമാനമാണ്. നമ്മുടെ യുവതലമുറ അത്ര സ്ട്രോങ് ആയി പറയുന്നത് വളരെ നല്ലതാണ്. ഇതിന്റെ എല്ലാ വശങ്ങളും പുറത്തു വന്നോട്ടെ, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ ലഭ്യമായ വിവരങ്ങളെ നമുക്ക് ഉറപ്പിക്കാം. ബോഡി ഷേമിംഗ് നടന്നിട്ടുണ്ട്, കാസ്റ്റീസം ഉണ്ടായിട്ടുണ്ട്, സാമുദായികമായ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, ചില പരിശുദ്ധ പുസ്തകങ്ങളെയൊക്കെ മോശമായി പറഞ്ഞു എന്ന് ചില വാർത്തകളിലൊക്കെ വരുന്നുണ്ട്, ചില പെൺകുട്ടികളെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് നെഗറ്റീവായി പറയാനുള്ള പ്രവണതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ഒരു വ്യക്തി ആ ബിഹേവിയർ പാറ്റേൺ അൺഅക്സെപ്റ്റബിൾ ആണ്. കേരളവും ഇന്ത്യയിലും അൺഅക്സെപ്റ്റബിൾ ആണ്. രോഹിത് വെമുല ആക്ട് ആകാം, ഡിസ്ക്രിമിനേഷനെതിരെയുള്ള ആക്ട് ആകാം, കൂടുതൽ കൺസീലിയേഷനുള്ള പോയിന്റ്സ് ആകാം. ഇത്തരം കാര്യങ്ങൾ സ്വകാര്യ മേഖലയിൽ അടക്കം എനിക്ക് തോന്നുന്നു ഇതിലൊരു BJP കോൺഗ്രസ് CPM വ്യത്യാസമല്ല. SFIയുടെയും KSUവിന്റെയും വക്താക്കളുടെ നേതാക്കളുടെ നല്ല ശബ്ദമാണ്. അവർ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെ അടക്കം കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് വളരെ സ്വാഗതാർഹവുമാണ്. നമ്മളെല്ലാം ആ അർത്ഥത്തിൽ ശ്രീനാരായണീയരാണ്. ജാതിഭേദം മതദ്വേഷം ഇല്ലാത്ത സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമായി മാറ്റാൻ കേരളത്തെയും ഇന്ത്യയും ഇനിയും ഒരുപാട് ദൂരം നമ്മൾ മുമ്പോട്ട് പോകാനുള്ള തിരിച്ചറിവ് നൽകട്ടെ. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച സ്ഥലത്തെ മനുഷ്യാലയവും നന്മയുടെ ആലയവുമാക്കി മാറ്റാൻ നമ്മുടെ ഇത്തരം നടപടികൾക്ക് കഴിയട്ടെ. നമ്മുടെ പരാജയങ്ങളെ ഓർക്കുന്നതാണ്. വി ഷുഡ് നോട്ട് ബ്രഷ് ഇറ്റ് അണ്ടർ ദ കാർപ്പറ്റ്. നമ്മൾ അതിനെ മറച്ചു വെക്കാനല്ല നോക്കേണ്ടത്. അതിനെ വസ്തുനിഷ്ഠമായി അനലൈസ് ചെയ്ത് നമ്മുടെ തെറ്റുകൾ ഒരു പൊതുസമൂഹം നിലയിൽ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ഈ അംബേദ്കർ ജയന്തിയിൽ നമുക്ക് കഴിയട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന.